തമിഴ്നാട് നീലഗിരി പന്തല്ലൂരിൽ KSRTC ബസിന് നേരെയും കാട്ടാന ആക്രമണം. കോയമ്പത്തൂർ മാനന്തവാടി സൂപ്പർഫാസ്റ്റ് ബസിന്റെ മുന്നിലെ ഗ്ലാസും കണ്ണാടിയും തകർത്തു. ആർക്കും പരിക്കില്ല. രതീഷ് വാസ്തവനോട് വിശദാംശങ്ങളുമായി. രതീഷ്, എപ്പോഴാണ് ഈ അപകടം? ആർക്കും പരിക്കില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. തീർച്ചയായും ഇന്നലെ രാത്രി കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരുന്ന KSRTC മാനന്തവാടി ഡിപ്പോയിലെ KSRTC ബസ്സിനാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം നേരിട്ടത്. നേരത്തെ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു, ഇന്നലെ രാത്രി 12 മണിക്ക് വനം വകുപ്പിന്റെ പട്രോളിംഗ് ജീപ്പിനെയും കാട്ടാന ആക്രമിച്ചു എന്ന്. അതേ കാട്ടാന തന്നെയാണ് ഈ KSRTC ബസ്സും ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഈ പ്രദേശത്ത് ഈ മതം പാടുള്ള ഈ കാട്ടാന വലിയ ആശങ്കയും ശല്യവുമാണ് വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് കൂടുതൽ പട്രോളിംഗ് ടീമിനെ ഒക്കെ പല ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ പട്രോളിംഗ് സംഘത്തിന് നേരെ പോലും കാട്ടാന പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇരുചക്ര വാഹനങ്ങളും ചെറുവാഹനങ്ങളും രാത്രി വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ എന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രദേശത്തെ നാട്ടുകാരോടും ജാഗ്രതയായിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ 11 മണിക്ക് ശേഷം ഈ ഓറഞ്ച് തേയില ഫാക്ടറി സമീപമാണ്, പന്തല്ലൂർ ഓറഞ്ച് തേയില ഫാക്ടറി സമീപമാണ് കാട്ടാന KSRTC ബസ് ആക്രമിച്ചത്. ചില്ല് തകർക്കുകയാണ് ചെയ്തത്. പക്ഷേ മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബസ് മാനന്തവാടിയിലേക്ക് യാത്ര തുടരുകയാണ് ഉണ്ടായത്. ഈ കാട്ടാനയുടെ ശല്യം കുറച്ചു കാലമായി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിലാക്കോട്ട പ്രദേശത്തൊക്കെ തന്നെ ഇതേ വാഹനങ്ങൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വനം വകുപ്പിന്റെ ജീപ്പ് കഴിഞ്ഞ രാത്രിയിലാണ് ആക്രമിച്ചത്. എന്തായാലും ഒരു വനം വകുപ്പ് ജീവനക്കാരന് പരിക്കുണ്ട്.